ഹായ് ലേണേഴ്സ്, വെൽക്കം ടു സൈറ ലേണിങ്സ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IO ഇൻ്റർഫേസിനെ കുറിച്ചാണ്. എന്താണ് IO ഇൻ്റർഫേസ്, അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് IO ഇൻ്റർഫേസ്, അതിൽ വരുന്ന വേരിയസ് ഡാറ്റ ട്രാൻസ്ഫറിങ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. സോ എന്താണ് IO ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, Input-output interface provides a method for transferring information between CPU or internal storage and external IO devices. അതായത് IO ഡിവൈസ് അല്ലെങ്കിൽ പെരിഫറൽ ഡിവൈസിന് കമ്പ്യൂട്ടറിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയൂല. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് ലാംഗ്വേജ് സംസാരിക്കുന്നവർക്കിടയിൽ ഒരു മീഡിയേറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി കഴിയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പെരിഫറൽ ഡിവൈസ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെരിഫറൽ ഡിവൈസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇലക്ട്രോ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസസ് ആയിരിക്കും. CPU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്യുവർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അപ്പോൾ അവരുടെ ഡാറ്റ റേറ്റ് അതുപോലെ തന്നെ അവരുടെ സ്ട്രക്ചറൊക്കെ വ്യത്യാസമുണ്ട്. സോ അവർ തമ്മിൽ ഒരു സിങ്ക്രണൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അവരെ സിങ്ക്രണൈസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് IO ഇന്റർഫേസ് എന്ന് പറയുന്നത്. സോ പെരിഫറൽസ് കണക്റ്റഡ് ടു എ കമ്പ്യൂട്ടർ നീഡ് special communication links for interfacing them with the CPU to resolve the differences between the central computer and each peripheral. Okay, so പെരിഫറൽസും അതുപോലെ തന്നെ CPU കൂടി കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആവശ്യമാണ്. അതിനെയാണ് IO ഇന്റർഫേസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഈ പെരിഫറൽ ഡിവൈസും അതുപോലെ തന്നെ CPU തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു പെരിഫറൽസ് ആർ ഇലക്ട്രോ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസസ്, CPU ആൻഡ് മെമ്മറി ആർ ഇലക്ട്രോണിക് ഡിവൈസസ്. ഓക്കെ, CPU മെമ്മറി ഒക്കെ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, മറ്റേത് ഇലക്ട്രോ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസസ് ആവാം. സോ ദെർഫോർ എ കൺവേർഷൻ ഓഫ് സിഗ്നൽ വാല്യൂ മേ ബി റിക്വയർഡ്. ഓക്കെ, സിഗ്നൽ വാല്യൂ കൺവേർഷൻസ് അവിടെ നടത്തേണ്ടി വരും. Then the data transfer rate of peripherals is usually slower than the transfer rate of the CPU. CPU-നേക്കാളും ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് പെരിഫറൽസിൽ കുറവായിരിക്കും. ആൻഡ് സിങ്ക്രണൈസേഷൻ മെക്കാനിസം മേ ബി നീഡഡ്. അവർ തമ്മിൽ ഒരു വേയിൽ പോകണം എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു സിങ്ക്രണൈസേഷൻ വേണം. So data codes and formats in peripherals differ from the word format in the CPU and memory. CPU നമ്മൾ CPU മെമ്മറിയിലൊക്കെ വേർഡ് ഫോമാറ്റിലാണ് പറയുന്നത്. ആൻഡ് പെരിഫറൽസിന്റെ കേസിലാണെങ്കിൽ ഡാറ്റ കോഡ്സ് ആൻഡ് ഫോമാറ്റ്സ്. ഓക്കെ, then the operating modes of peripherals are different from each other and each must be controlled so as not to disturb the operation of other peripherals connected to the CPU. ഓക്കെ, അപ്പോൾ ഓരോ പെരിഫറൽസും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരും, മറ്റുള്ളവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ അത് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇതാണ് പെരിഫറൽസും അതുപോലെ തന്നെ CPU അല്ലെങ്കിൽ മെമ്മറി ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി to resolve the differences between the peripherals and CPU, computer systems include special hardware components between the CPU and peripherals to supervise this and synchronize all input-output transfers. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ IO ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ കോമ്പോണൻ്റ് ആണെന്ന് നമുക്ക് പറയാം. Then these components are called interface units because the interface between the processor bus and the peripheral device. നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പോയിന്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇനി ഇതാണ് ഇന്റർഫേസിന്റെ ഒരു ജനറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ പ്രോസസ്സറിൽ IO ബസ് കാണാം. നമുക്കറിയാം എന്താണ് IO ബസ് എന്നുള്ളതൊക്കെ. സോ ഈ IO ബസ്സിൽ 3 ലൈൻസ് ഉണ്ട്: ഡാറ്റ ലൈന്, അതുപോലെ തന്നെ അഡ്രസ് ലൈൻ ആൻഡ് കൺട്രോൾ ലൈന്. ഡാറ്റ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഹോൾഡ് ചെയ്യുന്നത് ഡാറ്റ ആയിരിക്കും, എന്ത് ഡാറ്റയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതായിരിക്കും. അതുപോലെ തന്നെ അഡ്രസ് ലൈനിൽ ഏത് പെരിഫറൽ ഡിവൈസിന്റെ അഡ്രസ് ആണോ ആ ഒരു അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യാനുള്ളതാണ്
അഡ്രസ് ലൈന്. ആൻഡ് കൺട്രോൾ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓപ്പറേഷൻസ് ആണ് അവിടെ പെർഫോം ചെയ്യുന്നത്, റീഡ് ആണോ റൈറ്റ് ആണോ അതോ സ്റ്റാറ്റസ് ബിറ്റ് ചെക്കിംഗ് ഓപ്പറേഷൻ ആണോ നടക്കുന്നത്, അങ്ങനെയുള്ള ഓപ്പറേഷൻ മെൻഷൻ ചെയ്യുന്നത് കൺട്രോൾ ലൈനിലായിരിക്കും. ഓക്കെ, സോ ഇവിടെ പ്രോസസ്സറിൽ ഈ ഒരു IO ബസ്സിൽ നമുക്കറിയാം ഓരോ പെരിഫറൽ ഡിവൈസിനെയും ഡിഫറെൻ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനിടയിലും ഒരു ഇന്റർഫേസിനെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പ്രോസസ്സർ അതിന് പ്രിന്ററിന് ആവശ്യമാണ്. അപ്പോൾ അഡ്രസ് ലൈനിൽ എന്ത് ചെയ്യും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടെ ഒരു അഡ്രസ്സ് പ്ലേസ് ചെയ്യുന്നുണ്ടാവും. സപ്പോസ് പ്രിന്ററിനാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ആ പ്രിന്ററിന്റെ അഡ്രസ്സ് ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ പെരിഫറൽ ഡിവൈസും എന്ത് ചെയ്യും, അത് ഡീകോഡ് ചെയ്യും. ഇവിടെയുള്ള ഡാറ്റ ആണെങ്കിലും അഡ്രസ് ബസ് ആണെങ്കിലും കൺട്രോൾ ആണെന്നുണ്ടെങ്കിലും അതിൽ വന്നിട്ടുള്ള വാല്യൂസ് അത് ഡീകോഡ് ചെയ്യും. അത് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളത്, അതായത് ഇപ്പൊ കീബോർഡ് മനസ്സിലാക്കി അതിന്റെ അഡ്രസ്സ് അല്ല എന്നുണ്ടെങ്കിൽ അതിനവിടെ ബ്ലോക്ക് ചെയ്തു. അതുപോലെ തന്നെ പ്രിന്ററിന്റെ അഡ്രസ്സാണ് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പ്രിന്റർ അത് ഡീകോഡ് ചെയ്ത് അത് മനസ്സിലാക്കുകയും തുടർന്നുള്ള ഓപ്പറേഷൻ എന്താണ് കൺട്രോൾ ലൈനിൽ വന്നിട്ടുള്ളത് അത് ആ ഒരു വർക്കിംഗ് നടത്തുകയും ചെയ്യും. ഓക്കെ, ബാക്കിയുള്ള പെരിഫറൽസിനെ അതിന്റെ ഇന്റർഫേസ് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ, so the IO bus consists of data lines, address lines, and control lines. Each peripheral device has associated with it an interface unit. Okay, then each interface decodes the address and control received from the IO bus, interprets them for the peripheral, and provides signal for the peripheral controller. Okay, നമ്മൾ പറഞ്ഞു ഇന്റർഫേസ് അഡ്രസ്സിനെ ഡീകോഡ് ചെയ്തിട്ട് അത് മനസ്സിലാക്കും, തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യും. And it also synchronizes the data flow and supervises the transfer between peripheral and processor. Okay, രണ്ടിൻ്റെയും പ്രോസസ്സറിനും അതുപോലെ തന്നെ പെരിഫറലിൻ്റെയും ഇടയിലുള്ള ആ ഒരു വ്യത്യാസം മാനേജ് ചെയ്ത് അതിനെ സൂപ്പർവൈസ് ചെയ്യും. ഓക്കെ, ഇന്റർഫേസ്. ദെൻ ഈച്ച് പെരിഫറൽ ഹാസ് ഇറ്റ്സ് ഓൺ കൺട്രോളർ ദാറ്റ് ഓപ്പറേറ്റ് ദി പെർട്ടിക്കുലർ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ്. സോ ഇന്റർഫേസിന്റെ കേസിൽ അതാണ് അതിന്റെ ജനറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ IO കമാൻഡ്, ചെറിയ ഇതാണ് IO കമാൻഡ് എന്ന് പറയുന്നത്. IO കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രോസസർ പ്രൊവൈഡ്സ് എ ഫങ്ഷൻ കോഡ് ഇൻ ദി കൺട്രോൾ ലൈൻ. ഓക്കെ, പ്രോസസർ കൊടുക്കുന്ന കൺട്രോൾ ലൈനിൽ കൊടുക്കുന്ന ഫങ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് IO കമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The function code or IO command is an instruction that is executed in the interface and it's attached to the attached peripheral unit. Then there are 4 types of commands that an interface may receive. 4 തരത്തിലുള്ള കമാൻഡ്സ് വരാം. ഒന്ന് കൺട്രോൾ കമാൻഡ്, മറ്റൊന്നാണ് സ്റ്റാറ്റസ് കമാൻഡ്, ആൻഡ് ഡാറ്റ ഔട്ട്പുട്ട് കമാൻഡ്, ഡാറ്റ ഇൻപുട്ട് കമാൻഡ്. നമുക്കറിയാം ഡാറ്റ ഔട്ട്പുട്ട് കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അതായത് ഇറ്റ് കോസസ് ദി ഇന്റർഫേസ് ടു റെസ്പോണ്ട് ബൈ ട്രാൻസ്ഫറിങ് ഡാറ്റ ഫ്രം ദി ബസ് into one of its registers. ഓക്കെ, റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡാറ്റ ഇൻപുട്ട് കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇന്റർഫേസ് ടു റിസീവ് ആൻ ഐറ്റം ഓഫ് ഡാറ്റ ഫ്രം പെരിഫറൽ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ഇറ്റ്സ് ബഫർ രജിസ്റ്റർ. ഓക്കെ, ഇൻപുട്ട് റിസീവ് ചെയ്യുന്നതിനാണ് ഡാറ്റ ഇൻപുട്ട് കമാൻഡ്. മറ്റേത് ഔട്ട്പുട്ട് റൈറ്റ് ഓപ്പറേഷൻ ആണ് അവിടെ പെർഫോം ചെയ്യുന്നത്. ദെൻ കൺട്രോൾ കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇഷ്യൂഡ് ടു ആക്ടിവേറ്റ് ദി പെരിഫറൽ to inform it what to do. ഓക്കെ, എന്ത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത് അതിനെ കാണിക്കാനുള്ളതാണ്. ആൻഡ് സ്റ്റാറ്റസ് കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് വേരിയസ് സ്റ്റാറ്റസ് കണ്ടീഷൻ ഇൻ ദി ഇന്റർഫേസ് ആൻഡ് ദി പെരിഫറൽ. ഓക്കെ, അതിൻ്റെ ഫ്ലാഗ്, അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് കാണിക്കുന്നതാണ് സ്റ്റാറ്റസ് കമാൻഡ്. സോ ഇതാണ് IO കമാൻഡ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു പിന്നെ CPU-ൻ്റെയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഡിവൈസിൻ്റെയും ഡാറ്റ ട്രാൻസ്ഫർ സിങ്ക്രോണൈസ് ചെയ്യാനുള്ള മെക്കാനിസം ആണ് IO ഇന്റർഫേസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ട്രാൻസ്ഫർ നടത്തുന്ന ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് 3 തരത്തിലുള്ള ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. സോ data transfer between the central computer and IO devices may be handled in a variety of modes. അതാണ് programmed IO, interrupt initiated IO, DMA, അതായത് ഡയറക്റ്റ് മെമ്മറി ആക്സസ്. അങ്ങനെ 3
കൈൻഡ് ഓഫ് ട്രാൻസ്ഫറിങ് മോഡാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ്. ആദ്യത്തേതാണ് പ്രോഗ്രാംഡ് IO എന്ന് പറയുന്നത്. പ്രോഗ്രാംഡ് IO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ IO ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ആ പ്രോഗ്രാമിലെ ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ C പ്രോഗ്രാമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിന്റ് എഫ് സ്കാൻ എഫ്, C++ലാണെങ്കിൽ C ഔട്ട്, C ഇൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്, റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ട്രാൻസ്ഫറിങ് നടക്കുന്നത്. സോ ദേ ആർ ദി റിസൾട്ട് ഓഫ് IO ഇൻസ്ട്രക്ഷൻ റിട്ടൺ ഇൻ ദി കമ്പ്യൂട്ടർ പ്രോഗ്രാം. ഈച്ച് ഡാറ്റ ഐറ്റം ട്രാൻസ്ഫർ ഈസ് ഇനീഷ്യേറ്റഡ് ബൈ ആൻ ഇൻസ്ട്രക്ഷൻ ഇൻ ദി പ്രോഗ്രാം. ഇവിടെ ഡാറ്റ ട്രാൻസ്ഫർ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആ പ്രോഗ്രാമിൽ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ട്രാൻസ്ഫറിങ് ഡാറ്റ അണ്ടർ പ്രോഗ്രാം കൺട്രോൾ റിക്വയേഴ്സ് കോൺസ്റ്റന്റ് മോണിറ്ററിംഗ് ഓഫ് ദി പെരിഫറൽ ബൈ ദി CPU. ഓക്കെ, അപ്പൊ ഇവിടെ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നുണ്ടോ എന്നുള്ളത് CPU എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. സോ CPU എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. Once a data transfer is initiated, the CPU is required to monitor the interface to see when a transfer can again be made. Okay, for example, ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ കീബോർഡിൽ നമ്മൾ ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് CPU-ന്റെ ഈ ഒരു പ്രോസസ്സിനെ വെച്ച് നോക്കുമ്പോൾ അതിലുള്ള സ്പീഡ് മിസ്മാച്ച് എന്ന് പറയുന്നത് വലുതാണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ CPU വേറെ പണിക്കൊന്നും പോകാതെ ഇത് മോണിറ്റർ ചെയ്തിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ട്രാൻസ്ഫർ മോഡ് കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ CPU ഈസ് വേസ്റ്റിംഗ് ടൈം വൈൽ ചെക്കിംഗ് ദി ഫ്ലാഗ് ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് സം അതർ യൂസ്ഫുൾ പ്രോസസ്സിംഗ് ടാസ്ക്. ഓക്കെ, സോ അതാണ് പ്രോഗ്രാംഡ് IO ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിന്റെ സ്ട്രക്ചറും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നമ്മൾ അതൊന്നും ഇവിടെ പറയുന്നില്ല. ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മാത്രമാണ് പറയുന്നത്. രണ്ടാമത്തെ ട്രാൻസ്ഫറിങ് മോഡാണ് ഇന്ററപ്റ്റ് ഇനീഷ്യേറ്റഡ് IO എന്ന് പറയുന്നത്. ഇവിടെ an alternative to the CPU constantly monitoring the flag is to let the interface inform the computer when it is ready to transfer data. ഓക്കെ, ഇവിടെ എപ്പോഴും CPU ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം എന്നില്ല. ഇവിടെ എന്ത് ചെയ്യും, ഇന്റർഫേസ് ഇൻഫോം ചെയ്യും CPU-നെ അത് റെഡി ആണോ എന്നുള്ളത്. ഓക്കെ, സോ ദിസ് മോഡ് ഓഫ് ട്രാൻസ്ഫർ യൂസസ് ദി ഇന്ററപ്റ്റ് ഫെസിലിറ്റി. ഓക്കെ, ഇത് ഒരു ട്രാൻസ്ഫർ മോഡിൽ ഇന്ററപ്റ്റ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ററപ്റ്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം. എക്സ്റ്റേണൽ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന സിഗ്നലിനെയാണ് നമ്മൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റിക്വസ്റ്റ് വരിക, അപ്പോൾ അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്ന പ്രോസസ്സ് എന്താണോ, ഫങ്ഷൻ എന്താണോ, ആ കാര്യം വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെയാണ് ഇന്ററപ്റ്റ് നടക്കുന്നത്. ഇന്ററപ്റ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വർക്കിംഗ് എന്ന് പറയുന്നത്. സോ വൈൽ ദ CPU ഈസ് റണ്ണിങ് എ പ്രോഗ്രാം, ഇറ്റ് ഡസ് നോട്ട് ചെക്ക് ദി ഫ്ലാഗ്. ഓക്കെ, CPU ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല, മറ്റുള്ളതിന്റെ ഫ്ലാഗ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യൂല. ഹൗവർ when the flag is set, the computer is momentarily interrupted from proceeding with the current program and is informed that the flag is set. Okay, flag set ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇന്ററപ്റ്റ് ജനറേറ്റ് ചെയ്തിട്ട് CPU-നെ ഇൻഫോം ചെയ്യും. So the CPU deviates from what it is doing to take care of the input or output transfer. Okay, അപ്പോൾ കറന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഫറിന് കൂടുതൽ ടേക്ക് കെയർ കൊടുക്കും. Then after the transfer is completed, the computer return to the previous program to continue what it was doing before the interrupt. Okay, ആ പ്രോഗ്രാം ആ ഇന്ററപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പ്രോഗ്രാമിലേക്ക് തന്നെ തിരിച്ചു വരും. സോ ഇത്രയാണ് ഇന്ററപ്റ്റ് ഇനീഷ്യേറ്റഡ് IO ട്രാൻസ്ഫറിന്റെ കേസിൽ പറയാനുള്ളത്. നമ്മൾ ഒരു ജസ്റ്റ് ബ്രീഫ് ഐഡിയ ആണ് ഉണ്ടാക്കി വെക്കുന്നത്. അടുത്തതാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് മോഡ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആക്സസ് മെമ്മറി മോഡിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇവിടെ CPU ഇന്റർഫിയർ ഇല്ലാതെ എന്ത് ചെയ്യാണ്, പെരിഫറൽ ടു മെമ്മറിയിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇൻ ഡയറക്റ്റ് മെമ്മറി ആക്സസ്, the interface
transfers data into and out of the memory unit through the memory bus. Okay, ഇന്റർഫേസ് എന്ത് ചെയ്യാണ്, ഡാറ്റയെ മെമ്മറി യൂണിറ്റിലേക്ക് കൊടുക്കുകയും അവിടുന്ന് തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസിൽ വരുന്നത്. The CPU initiates the transfer by supplying the interface with the starting address and the number of words needed to be transferred and then proceeds to execute other tasks. Okay, ഇവിടെ CPU ഒന്ന് തുടങ്ങി വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, CPU പിന്നെ പെരിഫറൽ ഇന്റർഫേസിനെ അറിയിക്കും ഏതാണ് സ്റ്റാർട്ടിങ് അഡ്രസ്സ്, അതുപോലെ തന്നെ എത്ര വേർഡ്സ്, എത്ര അതിൻ്റെ നമ്പർ ഓഫ് വേർഡ്സും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ദെൻ CPU വർക്ക് എന്താണോ അത് ചെയ്യാൻ വേണ്ടി പോകും. സോ ആ ടൈമിൽ ഇന്റർഫേസും അതുപോലെ തന്നെ മെമ്മറിയും കൂടി ഡാറ്റ ട്രാൻസ്ഫർ പെർഫോം ചെയ്യാം. When the transfer is made, the DMA request memory cycle through the memory bus. When the request is granted by the memory controller, the DMA transfers the data directly into memory. Okay, അപ്പോൾ ഇവിടെ ഇന്റർഫേസും അതുപോലെ തന്നെ മെമ്മറിയും കൂടി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിലും കുറേ മെത്തേഡ്സുകൾ നമ്മൾ DMA ട്രാൻസ്ഫർ മോഡ്സുകൾ ഉണ്ടായിരുന്നു. ബേസ്റ്റ് മോഡ്, സൈക്കിൾ സ്റ്റീലിംഗ് മോഡ്, ബ്ലോക്ക് മോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എനിവേ ഇവിടെ നമ്മൾ ഇപ്പൊ നോക്കുന്നത് ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ പ്രോഗ്രാംഡ്, അതുപോലെ തന്നെ ഇന്ററപ്റ്റ് ഇനീഷ്യേറ്റഡ് IO, അതുപോലെ ഡയറക്റ്റ് മെമ്മറി ആക്സസ്, ഇങ്ങനെയുള്ള 3 മോഡ്സ് ഓഫ് ട്രാൻസ്ഫറിങ് ആണ് IO ഇന്റർഫേസിന്റെ കേസിൽ വരുന്നത്. ഇത്രയാണ് IO ഇന്റർഫേസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് നോക്കാനുള്ളത്. എനിവേ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. എനിവേ, താങ്ക് യു.